തീർച്ചയായും മലയാളികൾ ഒരു നടുക്കലിലൂടെ മാത്രമേ ഈ ഒരു മരണവാർത്ത അറിയുവാൻ സാധിക്കുന്നുള്ളൂ. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് സംശയം. നാടക, ടെലിവിഷൻ, സിനിമാ രംഗത്ത് സജീവമായ ഒരു വ്യക്തിത്വമാണ് നിലവിൽ മലയാളികളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. സംവിധായകൻ ബാലു കിരിയത്ത് മിമിക്സ് ആക്ഷൻ 500 എന്ന ചിത്രത്തിലൂടെ പരിചയപ്പെടുത്തിയ 38 മിമിക്രി കലാകാരന്മാരിൽ ഒരാളാണ് കലാഭവൻ നവാസ്. ഹിറ്റ്ലർ ബ്രദേഴ്സ്, ജൂനിയർ മാൻഡ്രേക്ക്, മാട്ടുപ്പെട്ടി മച്ചാൻ, ചന്തമാമ, തില്ലാന തില്ലാന എന്നീ നിരവധി സിനിമകളിൽ ശ്രദ്ധേയ വേഷങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു. രഹനയാണ് ഭാര്യ. സിനിമാ നടനായ അബൂബക്കറാണ് പിതാവ്. പ്രശസ്ത ഹാസ്യതാരം നിയാസ് ബക്കറാണ് സഹോദരൻ. കലാഭവൻ മിമിക്രി ട്രൂപ്പിലായിരുന്നു പ്രവർത്തനമുണ്ടായിരുന്നത്. പിന്നീടാണ് കൊച്ചിൻ ആർട്സിന്റെ ബാനറിൽ സഹോദരൻ നിയാസ് ബക്കറുമായി ചേർന്ന് നിരവധി മിമിക്രി ഷോകൾ ചെയ്യുന്നത്. 1995 ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. നിലവിൽ അദ്ദേഹം നിരവധി മിനി സ്ക്രീൻ ഷോകളുടെയും മറ്റു പരിപാടികളിലൂടെയും ഒക്കെ മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതനാണ്. അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ മരണം ഏറെ ഞെട്ടലോടെയാണ് മലയാളികൾ ഇപ്പോൾ കേൾക്കുന്നത്. വിശ്വസനീയമായി തോന്നാത്ത തരത്തിലുള്ള ഒരു മരണമായി പോയി ഇത്. ഇത്ര പെട്ടെന്ന് തന്നെ പോവേണ്ടിയിരുന്ന ഒരാളല്ല. അദ്ദേഹത്തിൻ്റെ മരണകാരണം നിലവിൽ വ്യക്തമല്ല. ഹൃദയാഘാതമാവാം മരണത്തിന് എന്ന ഒരു പ്രാഥമിക വിവരം മാത്രമേ നിലവിൽ പുറത്തു വരുന്നുള്ളൂ. ഇൻക്വസ്റ്റ് നടപടികൾക്കായി നിലവിൽ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടാണുള്ളത്. ആന്റണി ഉണ്ട് നമ്മളോടൊപ്പം. ആന്റണി, ഏറെ ഞെട്ടലോടെ മാത്രമേ മലയാളികൾ കലാഭവൻ നവാസിൻ്റെ മരണവാർത്ത ഉൾക്കൊള്ളാൻ സാധിക്കൂ. നമുക്കറിയാം, മിനി സ്ക്രീനിലൂടെ ഒരുപാട് പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ ഒരു വ്യക്തിയാണ് കലാഭവൻ നവാസ്. ആ വ്യക്തി ഇത്ര പെട്ടെന്ന് പോവേണ്ടിയിരുന്ന ഒരാളല്ല, അല്ലേ? ആന്റണി ചേരുന്നുണ്ട്. ആന്റണി, മിനി സ്ക്രീനിലൂടെ മലയാളി പ്രേക്ഷകരെ ഒന്നടങ്കം ചിരിപ്പിക്കാൻ മാത്രം അറിഞ്ഞിരുന്ന കലാഭവൻ നവാസ്, ഇങ്ങനെ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ വിയോഗം ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ ഇത്ര നേരത്തെ അദ്ദേഹം പോവേണ്ടിയിരുന്നില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലേ? തീർച്ചയായും അപ്രതീക്ഷിതമായ ഒരു വിയോഗം തന്നെയാണ് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പെട്ടെന്ന് അദ്ദേഹം ഒരു ഇടവേളയ്ക്ക് ശേഷം സിനിമാ രംഗത്തേക്കൊക്കെ കൂടുതൽ സജീവമാവുകയായിരുന്നു. അങ്ങനെ ആ ഒരു സിനിമയുടെ ചിത്രീകരണത്തിന്, അതിൽ അഭിനയിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം കൊച്ചിയിൽ എത്തിയത്. ഈ ചോറ്റാനിക്കരയിലെ ഹോട്ടലിൽ അദ്ദേഹം താമസിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുന്നതിൻ്റെ ഭാഗമായാണ്. ഷൂട്ടിങ്ങിന് ശേഷം ഇന്ന് ആ ഹോട്ടലിലേക്ക് മടങ്ങിയെത്തുമ്പോഴാണ് അദ്ദേഹത്തെ മരണം കവർന്ന് എടുക്കുന്നത് എന്നുള്ളതാണ്. വളരെ അപ്രതീക്ഷിതമായ ഒരു മരണം, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മരണം എന്ന് തന്നെയാണ് നമുക്കതിനെ പറയാൻ വേണ്ടി കഴിയുക. കാരണം ഷൂട്ടിംഗ് കഴിഞ്ഞ് ആ സെറ്റിൽ നിന്ന് വന്ന ആളാണ് പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഹൃദയാഘാതമാണ് മരണകാരണം എന്നാണ് ഇപ്പോൾ പ്രാഥമികമായ ഒരു സൂചന എന്ന് പറയുന്നത്. ഏതായാലും പരിശോധനകൾ നടക്കുന്നുണ്ട്. ഏതായാലും കലാഭവൻ നവാസിൻ്റെ പേരും അതുപോലെ തന്നെ ആ മുഖവും നമുക്ക് മലയാളിയെ സംബന്ധിച്ച് ഏറെ സുപരിചിതമായ ഒന്ന് തന്നെയാണ്. കാരണം മലയാളത്തിലെ മികച്ച സിനിമകളിൽ ഇപ്പോഴും മലയാളി ഓർത്തോർത്ത് ചിരിക്കുന്ന ഏറ്റവും മികച്ച സിനിമകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായി കലാഭവൻ നവാസ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മലയാളികൾക്ക് ഓർക്കാൻ വേണ്ടി കഴിയും, പറയാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. ആ പേര് അത്രയ്ക്കും സുപരിചിതമാണ്, ആ മുഖം അത്രയ്ക്കും സുപരിചിതമാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, മിമിക്സ് ആക്ഷൻ 500, 7 കൂട്ടം, അതേപോലെ തന്നെ ജൂനിയർ
മാൻഡ്രേക്ക്. മലയാളത്തിൽ ഏറെ ശ്രദ്ധേയമായൊരു സിനിമയാണ് ഈ ജൂനിയർ മാൻഡ്രേക്ക് എന്ന് പറയുന്ന ആ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ വേഷമുണ്ടായിരുന്നു. ഹിറ്റ്ലർ ബ്രദേഴ്സ്, കിടിലോൾ കിടിലം, മായാജാലം, മീനാക്ഷി കല്യാണം, മാട്ടുപ്പെട്ടി മച്ചാൻ, അമ്മ അമ്മായി അമ്മ, മൈ ഡിയർ കരടി, ചന്ത മാമ, അതുപോലെ തന്നെ വൺ മാൻ ഷോ, ഇതിൽ തില്ലാന തില്ലാന, വെട്ടത്തിലെ പ്രിൻസ് എന്ന് പറയുന്ന കഥാപാത്രം, ചക്കരമുത്ത്, അതുപോലെ തന്നെ ചട്ടമ്പി നാട്ടിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, തത്സമയം ഒരു പെൺകുട്ടി, മൈലാഞ്ചി മൊഞ്ചുള്ള വീട്, അച്ചായൻസ്, മേരാനാം ഷാജി എന്നീ സിനിമകളിൽ അദ്ദേഹം നമുക്കറിയാം ശ്രദ്ധേയമായ, പ്രത്യേകിച്ച് ഈ മൈ ഡിയർ കരടി, അതുപോലെ തന്നെ ഈ മാട്ടുപ്പെട്ടി മച്ചാൻ അടക്കമുള്ള ഒരു കാലത്ത് ഏറെ ശ്രദ്ധേയമായ സിനിമകൾ തന്നെയായിരുന്നു. ഇപ്പോഴും ടെലിവിഷനിലൊക്കെ വരുമ്പോൾ ആളുകൾ വളരെ ഇഷ്ടത്തോടെ കാണുന്ന സിനിമകളാണ് അതെല്ലാം. വൺ മാൻ ഷോ എന്ന സിനിമ, അതുപോലെ തന്നെ ചന്ദാമാമ അടക്കം നിരവധി ചലച്ചിത്രങ്ങൾ, മലയാളിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമകളിലൊക്കെ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഒരാളാണ്. അതിന് പുറമെ സ്റ്റേജ് ഷോകളിലും അദ്ദേഹം നിറ സാന്നിധ്യമായി തന്നെ ഉണ്ടായിരുന്നു. ഗായകൻ എന്ന നിലയിൽ നിരവധി സ്റ്റേജുകളിൽ അദ്ദേഹം ഗാനങ്ങളടക്കം ആലപിക്കുന്നതിൽ വളരെ ശ്രദ്ധേയനായിരുന്നു. നമ്മൾ പല സ്റ്റേജ് ഷോകളിലുമൊക്കെ അത് കാണുകയും ചെയ്തിട്ടുണ്ട്. അവസാന കാലത്തൊക്കെ ഈ നിരവധി ടെലിവിഷൻ ഷോകളിൽ അദ്ദേഹം ഈ തമാശയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ടെലിവിഷൻ ഷോകളിൽ അതിൻ്റെ ജഡ്ജായി, അതിൻ്റെ വിധികർത്താവായി, അതുപോലെ തന്നെ അതിഥിയായൊക്കെ കലാഭവൻ നവാസ് നിറ സാന്നിധ്യമായി തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഏതായാലും മലയാള സിനിമാ രംഗത്തേക്ക് വീണ്ടും കൂടുതൽ സജീവമാകുന്നതിനിടയിലാണ് ഇപ്പോൾ മരണം അപ്രതീക്ഷിതമായി അദ്ദേഹത്തെ കവർന്നെടുത്തിരിക്കുന്നത്. കലാഭവൻ നവാസ് അന്തരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ചോറ്റാനിക്കരയിലെ ഹോട്ടലിലാണ് മരിച്ച നിലയിൽ കണ്ടത്. ഷൂട്ടിംഗ് കഴിഞ്ഞ് മുറിയിൽ എത്തിയതായിരുന്നു. പിന്നീട് റൂം ബോയാണ് അദ്ദേഹത്തെ നിലത്ത് വീണ നിലയിൽ കാണുന്നത്. ഹൃദയാഘാതമാവാം മരണത്തിന് കാരണം എന്നുള്ളൊരു സംശയമാണ് നിലവിലുള്ളത്. നിലവിൽ ഇൻക്വസ്റ്റ് നടപടികൾക്കായി ചോറ്റാനിക്കര സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തെ എത്തിച്ചിരിക്കുകയാണ്. ഏറെ ഞെട്ടലോടെയാണ് മലയാളികൾ ഈ വാർത്ത അറിയുന്നത്. മലയാളികളുടെ സ്വീകരണ മുറിയിൽ എന്നും ചിരി നിറയ്ക്കുന്ന നിറസാന്നിധ്യമാണ് കലാഭവൻ നവാസ്. മിമിക്രിയിലൂടെയും മിനി സ്ക്രീനിലൂടെയും സിനിമയിലൂടെയൊക്കെ സുപരിചിതനാണ് അദ്ദേഹം. വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഷൂട്ടിങ്ങിന് ശേഷം ഹോട്ടൽ മുറിയിൽ എത്തിയ അദ്ദേഹത്തെ മരിച്ച നിലയിൽ കാണുകയായിരുന്നു.